അങ്ങനെ ഈ സീസണിലെ എനിക്ക് തോന്നുന്നു ആകെ നമുക്ക് റെഗുലർ പോഡ്കാസ്റ്റ് ആയിട്ട് 10 ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞാൽ ഒരു ഒരു അൺഎക്സ്പെക്ടഡ് സീസണാണ് ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. ഓവറോൾ ഫുട്ബോളിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. എനിവേ, അപ്പോ പല പ്രൊഡിക്ഷൻസും ശരിയായി. ചിലരുടെയും എവർട്ടന്റെ മാച്ചിൽ ജയിക്കും എന്ന് പറഞ്ഞു, തോക്കുമെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ എന്താ പറയാ, ഒരുപാട് മാച്ചസിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് കൺസീഡ് ചെയ്തതിന് വന്നതിന്റെ ഒരു വിഷമം ഈ ഒരു മാച്ചിൽ കുറച്ചൊക്കെ അങ്ങ് പോയി കിട്ടി. സ്ലോട്ടിനെ നമ്മൾ കുറെ തെറി പറഞ്ഞു, അവസാനം ടോപ്പ് 5-ലേക്കൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. എന്നാലും എന്താണ്, ഒരു മർസിസൈഡ് ഡാബിയെ കുറിച്ച് ഒരു അടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഡാബിയാന്ന് തോന്നിക്കാൻ വേണ്ടി ഒരു അടിയൊക്കെ ഉണ്ടായിരുന്നു. എൻജായുടെ ഗോൾ കയറിപ്പോയെങ്കിൽ എല്ലാം മറിയനെ. ലിവർപൂൾ ആ ബാക്കിൽ നിന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. വി ആർ ജസ്റ്റ് ഡൂയിങ് വാട്ട് ഹാസ് ടു ബി ഡൺ. ആൻഡ് ഐ തിങ്ക് ടോപ്പ് 5 ലുക്സ് വെരി വെരി ലൈക്ലി. അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉണ്ടാവും, അതോടൊപ്പം ആ ഫിനാൻസസ് ഉണ്ടാവും, അതോടൊപ്പം സ്ലോട്ടിന്റെ ജോലി അവിടെ തന്നെ ഉണ്ടാവും, അതോടൊപ്പം നല്ല സൈനിങ്സ് ഒക്കെ ഉണ്ടാന്ന് വിചാരിക്കുന്നു. ഇന്ന് ഓബിൻ ഇല്ല. ഓബിൻ ഒരു 42 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഡൽഹി കാണാൻ പോയിരിക്കും. അപ്പോ ചിലപ്പം ഇനി ഓബിൻ ഈ സീസണിൽ ഇനി വരുമെന്ന് അറിയില്ല പോഡ്കാസ്റ്റിൽ. അപ്പൊ ഓബിൻ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഓബിന്റെ ഫാൻസ് ഡൽഹിയിൽ എന്തോ ചെയ്യുന്നുണ്ട്. ഞാൻ മാച്ച് കണ്ടത് നമ്മുടെ ലിവർപൂൾ ഫാൻസിന്റെ നമുക്ക് എല്ലാവരും കൂടി ഗെറ്റ് ടുഗദർ ഒക്കെ വെച്ചിട്ട് ഒരുമിച്ച് കണ്ടതാണ്. ലിവർപൂൾ ആരും അവർ രണ്ടുപേരും സ്ലോട്ട് ഔട്ട് ആയതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. കളി കണ്ടിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിട്ടില്ല. കളി കണ്ടിട്ട് എനിക്ക് ഐ ഡിഡ്ന്റ് സീ എനിത്തിങ് ദാറ്റ് മേഡ് മീ ഹാപ്പി. ഐ ഡിഡ്ന്റ് സീ എനിത്തിങ് ദാറ്റ് മേഡ് മീ അൺഹാപ്പി. റിസൾട്ട് ഐ വാസ് വെരി ഹാപ്പി. ആൻഡ് നമ്മൾ വീണ്ടും 3 പോയിന്റ് ജയിച്ചു എന്നല്ലാണ്ട് ഇതുവരെ എനിക്കൊന്നും ഒരു ലിവർപൂൾ ഫാനും ആ ഒരു സ്റ്റേജ് കടന്നു കിട്ടി. ഈ സീസൺ എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി. ഗ്രൂപ്പുകളിൽ ട്രാൻസ്ഫർ ചർച്ചകളും അടുത്ത സീസണിലെ കാര്യങ്ങളും, സമ്മറിൽ ട്രെക്കിങ്ങിന് പോകുന്നതും ട്രിപ്പിന് പോകുന്ന ആൾക്കാരൊക്കെ സംസാരം തുടങ്ങി. വേൾഡ് കപ്പ് ഫാൻസ് ആണെങ്കിൽ അതിന്റെ ചർച്ചകൾ തുടങ്ങി. ഈ സീസണിൽ ഇപ്പോഴും നിൽക്കുന്നത് ആർസണലും സിറ്റിയും ബയേണും അത്ലറ്റിക്കോ മാഡ്രിഡ് ഫാൻസ് ഒക്കെ ആയിരിക്കും. ബാക്കി എല്ലാവരും ചെക്കൗട്ടായി. എന്താണ് ഗണേഷ കളി കണ്ടിട്ട് തോന്നിയത്? ഞാന് മറ്റേ റിവ്യൂവിൽ തന്നെ പറഞ്ഞതാണ്, എവർട്ടൺ വിൽ പ്ലേ മച്ച് ബെറ്റർ ദാൻ ലിവർപൂൾ എന്ന്. നമുക്ക് കാണാൻ പറ്റി. അവരുടെ നല്ലൊരു ടാക്ടിക്സും മൂവ്മെന്റ് പാറ്റേണും നല്ല രസമുണ്ടായിരുന്നു കളി കാണാൻ. ഞാൻ ആക്ച്വലി ആദ്യത്തെ ഗോള് അടിച്ചപ്പോ ഞാനിവിടെ പറഞ്ഞായിരുന്നു NDI ഇല്ലെങ്കിൽ ബെറ്റോ നമുക്കൊരു ത്രെട്ടായിട്ട് വരുന്നു ഞാൻ പറഞ്ഞു. അത് ഗോൾ അടിച്ചു. ഞാനും പിന്നെ ആ ഓഫ് സൈഡ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഓഫ് സൈഡ് കൊടുത്തു. ഗുഡ് കോൾ. ഓഫ് സൈഡ് ആണ്. ആള് ആ ബോളിന്റെ പിച്ച് ചെയ്യുന്ന സ്ഥലത്ത് വരെ പോയി നിന്നിട്ടാണ് തിരിച്ചു പോയത്. സോ ഇന്റൻഷൻ ഉണ്ടായിരുന്നു ബോൾ പ്ലേ ചെയ്യാനായിട്ട്. സോ ക്രെഡിറ്റ് ടു VAR, നമ്മളെ സഹായിച്ചു. സോ കാരണം ഡിഫൻഡേഴ്സ് എപ്പോഴും അവിടെ അട്രാക്ട് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കാര്യമില്ലല്ലോ. അതെ അതെ. കാരണം നമുക്ക് ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വേർ സാല ട്രൈ ടു അറ്റൻഡ്, ദെൻ ന്യൂനസ് ടുക്ക് ദ ബോൾ. ബ്രെൻഫോർഡിന്റെ കൂടെ ഒരു ഗോൾ അടിച്ച ഒരു സിറ്റുവേഷൻ. ബ്രെൻഫോർഡ് അല്ല, ആർസണലിന്റെ കൂടെ ഗോൾ അടിച്ച് 1-1 ഡ്രോ ആയ, അല്ല 2-2 ഡ്രോ ആയ കളി സാല ഗോൾ അടിച്ചത് അങ്ങനെയാണ്. സോ ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും ഇത് ഓഫ് സൈഡ് ആണോ അത് ഓഫ് സൈഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് നമ്മൾ അടുത്ത മിനിറ്റ് തന്നെ അങ്ങോട്ട് തിരിച്ചടിച്ചു. ഇങ്ങോട്ട് വരേണ്ട ഗോൾ അങ്ങോട്ട് അടിച്ചു. സാല ഫസ്റ്റ് ടൈം ഫിനിഷ് അടിപൊളിയായിരുന്നു. പക്ഷെ അതിൽ ഞാൻ ശ്രദ്ധിച്ചത് സാല ഗോൾ അടിക്കുമ്പോ മറ്റേ പുറകിലുള്ള ബോൾ ബോയ് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. മേ ബി ലിവർപൂൾ ഫാൻ ആയിരിക്കാം, പറയാൻ പറ്റില്ല. ഞാനത് ആ ഗെയിമിൽ ശ്രദ്ധിച്ചു. പക്ഷെ ഇൻസൈഡ് വീഡിയോ വന്നപ്പോ അതിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് സാല ഗോൾ അടിക്കുമ്പോ പയ്യൻ എങ്ങനെ യെസ് എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യുന്നത്.
എവർട്ടൺ ഫാൻസിന്റെ സ്റ്റാൻഡിന് മുന്നിൽ നിന്നാണ് ആ പയ്യൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ വലിയ റിസ്ക് ആണത്. പക്ഷെ കളി നോക്കുമ്പോ കളി കണ്ടിട്ട് വലിയൊരു ഇതൊന്നും തോന്നിയില്ല. സംഭവം എങ്ങനെയെങ്കിലും ഒരു 3 പോയിന്റ് കിട്ടണം എന്ന് പറഞ്ഞ് കളിച്ചതാണ്. കർട്ടിസ് ജോൺസിന്റെ കളി ഏകദേശം ഇഷ്ടപ്പെട്ടു. റൈറ്റ് ബാക്കിലേക്ക് മാറ്റി. ഇരുന്നാലും കുറെ റിസ്കി ഡ്രിബ്ലിംഗ് ഒക്കെ അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത പരിപാടിയാണ്. സോ അതൊക്കെ ഒഴിവാക്കായിരുന്നു. പിന്നെ വിന്നിങ് ഗോള്, പിന്നെ നമ്മുടെ ഗോള് മേടിച്ചത് വാൻഡേക്ക് അവിടെ ഡ്രാഗ് ചെയ്ത ഒരു സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. ലൈക് തിങ്കിങ് അവിടുന്ന് ഒരു റിവേഴ്സ് പാസ് വരും എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. റോബർട്ട്സൺ അഗെയിൻസ്റ്റ് ബെറ്റോ എന്തായാലും റോബർട്ട്സനെ ചവിട്ടി മാറ്റി. അത്രയും ഫിസിക്കലായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന പ്ലെയർ ആണ്. സോ വാൻഡേക്കിന് വരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോ റോബർട്ട്സനെ വെച്ച് നോക്കുമ്പോൾ അത് എന്തായാലും ഈസി ഗോളാണ്. പിന്നെ വിന്നിങ് ഗോളിനെ പറയുകയാണെങ്കിൽ എവർട്ടനെതിരെ ആദ്യത്തെ ഗോൾ അടിച്ചത് വാൻഡേക്ക് സെയിം പാറ്റേണിലാണ്. സോ അതിന്റെ ഒരു റിപ്പീറ്റ് പോലെയാണ് ഇവിടെ പുതിയ സ്റ്റേഡിയത്തിൽ തന്നെ നമ്മൾ വിന്നിങ് ഗോൾ അടിക്കുന്നത്. സോ സെയിം ടൈപ്പ് ഗോൾ അവിടെ ഹെഡ് ആൻഡ് ഷോൾഡറിൽ തട്ടിയിട്ട് ഗോളായതാണ് ഫസ്റ്റ് ഡെബ്യൂ ഗോൾ. ഏകദേശം അതുപോലുള്ള ഒരു ഗോളാണ്. പോരാത്തതിന് നമുക്കെതിരെ മറ്റേ ടർക്കോസ്കി വിന്നർ അടിക്കുമ്പോൾ ടർക്കോസ്കിയെ മാറ്റി നിർത്തിയിട്ടാണ് ഗോൾ അടിക്കുന്നത്. സോ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സോ റിസൾട്ട് വൈസ് വെരി ഹാപ്പി. കാരണം ചെൽസിനെക്കാട്ടിലും 7 പോയിന്റ് ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു, 48 and 55. സോ ആക്ച്വലി വി ആർ കംഫർട്ടബിൾ. ലൈക്ക് ഈ സീസൺ അങ്ങനെ കളിച്ച് തീർക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് തീർക്കാം. ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനോടെ സുഖമായിട്ട് പൈസ ഉണ്ടാക്കാം, കുറെ പ്ലേയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. സ്ലോട്ട് നിങ്ങളൊക്കെ പറയുന്ന പോലെ അടുത്ത കൊല്ലം ഉണ്ടാവുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ വി വിൽ പ്ലേ. ഐ ഹാവ് റിയലി നോ ഐഡിയ. വി ഹാവ് വെരി ഗുഡ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവരെയൊന്നും ഇതുവരെ മര്യാദയ്ക്ക് ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൾക്കാരെ ചെർക്കിയായിട്ട് കമ്പയർ ചെയ്യുന്ന വേർഡ്സിനെ. പക്ഷെ ചെർക്കിക്ക് അവിടെ ഫ്രീ റോളാണ്, എന്തും ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾക്ക് ഓരോ പ്ലേയേഴ്സിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പൊ വേർഡ്സിനെ എങ്ങനെയാണ് I don't know how they are comparing with words and church. രണ്ടും രണ്ട് സിസ്റ്റം ആണ്. ഇവിടെ സിസ്റ്റം തന്നെ ഇല്ല. അവിടെ സിസ്റ്റം ഉണ്ട്, പക്ഷെ ഫ്രീ റോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആള് എന്ത് ചെയ്യണമെന്ന് ആളുടെ ഡ്യൂട്ടിക്ക് പോലും ക്ലിയർ ആയിട്ടൊരു ക്ലാരിറ്റി ഇല്ല. സോ ഐ ഡോണ്ട് തിങ്ക് യു ക്യാൻ കമ്പയർ വേർഡ്സ് വിത്ത് ചെർക്കി. സോ റിസൾട്ട് വൈസ് സോ ഹാപ്പി. അതിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് മാച്ചിന്റെ 1-2 കാര്യങ്ങളൂടി പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അറിയിക്കുക. ഒന്ന് നമുക്കറിയാം, ഇതിപ്പോ സല, നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് പറഞ്ഞ സലയും റോബർട്ട്സിനും അവരുടെ അവസാനത്തെ ലിവർപൂളിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ എവേർട്ടൺ മാച്ച് ആയിട്ടുള്ള ഡെർബി മാച്ച്, മെർസിസൈഡ് ഡെർബി അവരുടെ അവസാനത്തെയാണ്. അപ്പൊ ആ മാച്ചിൽ അവര് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സല 9 ഗോളായി അല്ലെ എവേർട്ടനെതിരെ. 9 ഗോള് ആണ് ഇതുവരെ അടിച്ചിരുന്നത്. അപ്പോ സലയും ആ എവേർട്ടനെതിരെയുള്ള ഗോള് അവസാനമായിട്ട് ഗോൾ അടിച്ചിട്ട് നിർത്തുന്നൊരു നല്ല ഒരു ഇതിലേക്ക് പ്രസന്റ് തരിക. അങ്ങനെ മാത്രമല്ല സ്ലോട്ട് നല്ല വേറൊരു കാര്യം കൂടി ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും സബ് ചെയ്യുകയും ചെയ്തിരുന്നു. എല്ലാവർക്കും ആ ക്രൗഡിന് മുഴുവനും ഒരു ഫെയർവെൽ കൊടുക്കാവുന്ന രീതിയിൽ അത് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെ അവരെ പിച്ചിന്ന് കാട്ടി ജയിച്ചു നിന്നിട്ടില്ല. അപ്പോ അല്ലെ ഇറങ്ങുമ്പോൾ ജയിച്ചിട്ടില്ല. എനിവേ രണ്ടുപേർക്കും ലാസ്റ്റ് ഒരു നല്ല ഫെയർവെൽ മാച്ച് പോലെ തന്നെയായിരുന്നു എവേർട്ടൺ ഫെയർവെൽ എന്നുള്ളത്. അതിൽ റോബർട്ട്സിനും നന്നായിട്ട് കളിച്ചു. നമ്മൾ കണ്ടു റോബർട്ട്സിന്റെ ആ കാര്യം. ബെറ്റോന്റെ ഈ പറഞ്ഞ ഗണേശ് പറഞ്ഞ ഓവർ പവർ ചെയ്ത് ആ ഫിസിക്കൽ മാച്ച് ചെയ്യാൻ പറ്റിയില്ല. അതാണ് അവിടെ. പക്ഷെ അത് ബെറ്റോനെ നമുക്ക് റോബർട്ട്സിനെ മുഴുവൻ പറയാൻ പറ്റില്ല. അപ്പുറത്ത് കൊണാട്ടയുടെ ഭാഗത്തു നിന്നാണ് ആ പ്രശ്നങ്ങൾ വന്നത്. അവിടെ ആ സൈഡിൽ നിന്നാണ് ഡിഫൻസീവ് മിസ്റ്റേക്ക് വന്നിട്ട് ഇങ്ങോട്ട് ഗോൾ കയറി വന്നത്. റോബർട്ട്സൺ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു, പക്ഷെ റോങ് സൈഡിലായിരുന്നു അത് റോബർട്ട്സിന്റെ. അത് പിന്നെ എടുത്തു പറയാവുന്ന പെർഫോമൻസ് ഗാക്പോന്റെ ആയിരുന്നു. ഗാക്പോനെ നമ്മൾ എപ്പോഴും കുറ്റം പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന പ്ലെയറൊക്കെ ഗാക്പോ. പക്ഷെ ആ സലയ്ക്കുള്ള പാസ് എന്ത് കിടിലം പാസ് ആയിരുന്നു. അത് ആരും പ്രതീക്ഷിച്ചില്ല ആ സമയത്ത് അങ്ങനെ ഒരു പാസ്. അതൊക്കെയാണ് ആ ഒരു മൂവിന്റെ സല കറക്റ്റ് ബോക്സിൽ ഡ്രിബിൾ ചെയ്യാൻ ഒന്നും വേണ്ട, അടിക്കുക, നേരെ പോസ്റ്റിലേക്ക് അടിക്കാവുന്ന രീതിയിൽ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു. അത് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കേർട്ടിസിന്റെ
ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഗണേശ് പറഞ്ഞു കേർട്ടിസിന്റെ ആ പൊസിഷൻ ഒന്ന് ഇടയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അവിടുന്ന് തന്നെ ടെമ്പോ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും. അപ്പൊ കേർട്ടിസ് ഒരു ഈ നമ്മൾ സിറ്റിയിൽ ഇപ്പൊ നിക്കോ ഓറൈലി കളിക്കുന്ന പോലെയൊക്കെ തന്നെ ഏകദേശം ആ ഒരു സ്റ്റൈലിൽ ആ വിങ് ബാക്ക് പൊസിഷൻ കളിക്കുന്ന ഒരു അല്ലെങ്കിൽ ഫുൾ ബാക്ക് പൊസിഷൻ അങ്ങനെ കളിക്കുന്ന ഒരു കളി ആ കേർട്ടിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു, കാണാൻ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതെല്ലാം കാണാൻ പ്രശ്നം നമുക്ക് പറ്റൂലല്ലോ എപ്പോഴും എന്ന് ടെൻഷനാണ്. ആലോചിക്കുമ്പോഴാണ് അല്ലേ? അല്ല, അതെ, ആരും കേർട്ടിസിന്റെ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ഓപ്പറായിട്ട് ചെയ്യുന്നതാണ്. ചെയ്യുന്നതാണ്. അതെ അതെ. അല്ല, അപ്പോ അടുത്ത കൊല്ലം എന്തായാലും കാണാൻ പറ്റൂലല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ. അത് പറയാൻ പറ്റില്ല, പറയാൻ പറ്റും. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ഇപ്പോ നമുക്കറിയാം എക്കിറ്റിക്ക് എന്തായാലും അടുത്ത സീസണിൽ നമ്മൾ നോക്കണ്ട. അങ്ങനെ ഒരു അടുത്ത ജനുവരി ഒക്കെ കഴിഞ്ഞ് മാർച്ചൊക്കെ ആകുമ്പോഴേക്കൊക്കെ ഫുൾ ഇതിലൊക്കെ തിരിച്ചു വന്നു എന്ന് വരുള്ളൂ, പറയാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് ഗാക്പോ അത് കഴിഞ്ഞിട്ട് ഇസാക്ക് പോയതിനു ശേഷം സെന്ററിൽ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു, ഫോർവേഡ് പൊസിഷൻ. നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഗാക്പോന്റെ ശരിക്കുള്ള പൊസിഷൻ സെക്കൻഡ് സ്ട്രൈക്കർ പോലെയോ അല്ലെങ്കിൽ സെന്ററിലാണെന്നുള്ളത്. അപ്പൊ അത് ഒരുപാട് കളികളിൽ ആ രീതിയിൽ പൊസിഷനിൽ ഗാക്പോ നന്നായിട്ട് പെർഫോം ചെയ്യണ കാണാണ്ട്. മിക്കവാറും അപ്പോ അടുത്ത സീസണിൽ റിയോന് മിനിറ്റ്സ് കൂടുകയും ഗാക്പോ ആ ഇസാക്കായിട്ട് മിനിറ്റ്സ് ഷെയർ ചെയ്യുന്ന ഒരു ഇതിലേക്കൊക്കെ വരാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. അപ്പോ അത് നോക്കുമ്പോ ഇതൊരു അടുത്ത സീസണിലേക്ക് അല്ലെങ്കിൽ അടുത്ത പ്രീ സീസണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് തോന്നി ഗാക്പോന്റെ കളി. പിന്നെ ബാക്കിയുള്ളത് പറയാൻ പറ്റില്ല. സല പോവാണ്, റോബർട്ട്സൺ പോവാണ്, സിമിക്കസ് വരും എന്ന് പറയുന്നു, ഡയമണ്ടയുടെ റൂമർ. ഇനിയിപ്പോ നമ്മൾ ഈ പറഞ്ഞ ക്രിസ് പറഞ്ഞ പോലെ മാച്ചിൽ നിന്ന് വേറൊന്നും പറയാനില്ല. ഇനിയിപ്പോ അടുത്ത റൂമേഴ്സും അതിലേക്കൊക്കെയാണ് പോണത്. അതിനു മുമ്പ് ഇപ്പോ ഗണേശ് നേരത്തെ പറഞ്ഞു നിർത്തിയ സ്ഥലത്തേക്ക് വേണമെങ്കിൽ എത്താം അല്ലെ. ചെർക്കി വേർഡ്സ് കമ്പാരിസൺ എന്നുള്ള ഒരു സാധനം, അത് ഗ്രൂപ്പുകളിൽ ഭയങ്കര തീവ്രമായിട്ട് നടക്കുന്ന ഒരു സാധനം. അപ്പൊ അതിന്റെ ഇടയിൽ രസമുള്ള ഒരു സ്റ്റാറ്റ്സും കണ്ടിരുന്നു അല്ലെ. വേർഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. ഇന്നലെയും ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇന്നലെ മീൻസ് കഴിഞ്ഞ മാച്ചിലും ഇതുപോലെ ചാൻസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് ആ ഗാക്പോന്റെ ടോപ്പ് ഓക്ക് ഷോട്ട് വളരെ ഒട്ടും സ്പേസ് ഒന്നും പവർ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചാൻസ് എല്ലാ മാച്ചിലും ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും അങ്ങനെ നോട്ടീസബിൾ ആവുന്നില്ല. ഒരു ഇസാക്കിന്റെ റൺസ് ആരും കാണുന്നില്ല. ഇസാക്ക് എത്രയും റൺസ് നടത്തുന്നുണ്ട്, ഇസാക്കിന്റെ റൺസ് ആരും ശ്രദ്ധിക്കുന്നില്ല. അത് കുറെയൊക്കെ കാര്യങ്ങള് ശരിയാക്കാനുണ്ട്. ആരും പാസ് ചെയ്യാനാണ്, ആരും പാസ് ചെയ്യാനുള്ള ഒരു പ്ലെയർ ആ ഭാഗത്തില്ല. ഇല്ല, അതാണ്. സ്ലോബോസലായും റിസ്ക് എടുക്കുന്നില്ല, മക്കാലിസ്റ്റർ എടുക്കില്ല, ക്രാവൻ ബെർച്ച് പിന്നെ പാസ് ചെയ്യില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഗ്രാൻഡ് ബെർച്ച് കുറെ മാച്ചസ് ആയിട്ട് ഒരേപോലെ ഷോട്ട്സുകൾ റീപ്ലേ പോലെ മിസ്സാക്കുന്നുണ്ട്. ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് പോകുന്നില്ല. സോ പ്ലീസ് ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, ഞാൻ ഗ്രൂപ്പിൽ കുറെ മെസ്സേജ് കാണുന്നുണ്ട് ബൂട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. വെറുതെ വഴിക്ക് എഴുതി വീഴുക, ഇല്ലെങ്കിൽ അടിക്കുന്ന ഷോട്ടൊക്കെ പുറത്തു പോവാ. ബൂട്ട് മാറ്റി മര്യാദയ്ക്ക് വെച്ചാൽ മതി. നമ്മള് നല്ല സ്ലിക്ക് അടി വൺ പാസ് അങ്ങനെ മൂവ്സ് നടത്തുമ്പോ നല്ല രസമായിട്ട് വരുന്നുണ്ട്. ആ ഗ്രേവി പന്ത് ഫോർവേഡ് എടുത്തോണ്ട് പോയിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, പ്രോഗ്രസ് ചെയ്തിട്ട് ഇടയ്ക്ക് ഫസ്റ്റ് ഹാഫില് പെട്ടെന്ന് കിക്ക് പാസിംഗ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കളിക്കുമ്പോൾ നന്നായിട്ട് വരുന്നുണ്ട്. അവര് ഫുൾ ഡിഫൻസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള മൊമെന്റ്സ് വളരെ കുറവാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ സൊബോസ്ലൈറ്റ് കുറച്ച് സേഫ് പാസർ എന്നുള്ളത് അത് ഇതിനു മുമ്പ് വേറൊരു ഇതിൽ കണ്ടിരുന്നു. അത് സേഫ് ആക്കി അത് സ്ലോട്ടിന്റെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഒബ്വിയസ്ലി. പക്ഷെ അത് എങ്ങനെ അതിലേക്ക് സ്റ്റൈലിൽ ട്രാൻസിഷൻ മാക്സിമം ഒഴിവാക്കുക. വി കൺസീഡ് ഗോൾസ് വയ ട്രാൻസിഷൻ എന്നാണ് അയാളെ തിയറി. സ്ലോട്ട് ശരിക്കും സ്ലോട്ട് ഈ സീസൺ തുടങ്ങിയത് അറ്റാക്കിങ് കളിക്കാനാണ്. പക്ഷെ എവിടെയോ വെച്ച് കളി തോറ്റപ്പോ പിന്നെ പുള്ളി ഭയങ്കര ഷെല്ലിലോട്ട് പോയി, പിന്നെ കയ്യിൽ പോയി. അതാണ് സംഭവം. അതാണ് നെക്സ്റ്റ് സീസൺ ഇഫ് ഹി സ്റ്റാർട്ട് വെൽ മേ ബി ഹി ക്യാൻ മെയിൻറ്റെയിൻ അല്ലേ. അതെ, ഞാൻ ആദ്യം സീസൺ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ കളി കിട്ടിക്ക് ഓടിക്കുമ്പോൾ വീട് മൊത്തം ചാടി ഓടിയോ വി ആർ ബാക്ക്, വി ആർ പ്ലേയിങ് ലൈക്ക് ബിഫോർ എന്നൊക്കെ പറഞ്ഞ ഒരേ കാരണം ശേഷം ആകെ ഡൗൺ ആയി. ഈ മാച്ച് കഴിഞ്ഞിട്ട് കാരഗറിന്റെ ഇന്റർവ്യൂല് അയാൾ പറയുന്നുണ്ട് ദിസ് ഇസ് ദ വേ വി വോണ്ട് ടു പ്ലേ. അന്നത്തെ ആർട്ടിക്കിൾസ് ഒക്കെ നോക്കിയാൽ കാണാം കാരഗറൊക്കെ പറയുന്നത് ഇങ്ങനെ കളിച്ചാൽ പറ്റൂല, ദേ ആർ ടു അറ്റാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് വന്നു. പിന്നൊരു കാര്യം, നമ്മുടെ ഇഞ്ചുറീസിൽ ഇപ്പം മാമ 3 ആഴ്ചത്തേക്കില്ല.
ഇനിയിപ്പം 3 ആഴ്ചത്തേക്ക് പിന്നെ അങ്ങ് വരണ്ട, അവനും പോയിക്കോട്ടെ പാവം. സമ്മർ വെക്കേഷന് പോയിക്കോട്ടെ. ഇനി വുഡ്മാൻ എങ്ങനെ ഉണ്ടായിരുന്നു? വുഡ്മാൻ വാസ് ഗുഡ്. വുഡ്മാന്റെ അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്തു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കീപ്പറല്ലേ, നല്ല ബേസിക്സ് ചെയ്താൽ മതി നമുക്ക്. ഈസ് ഗുഡ് ഇൻ ലൈക്ക് നന്നായിട്ട് പാസ് ചെയ്യുന്നുണ്ട് ആള്. കുറെ കാലമായില്ലേ കളിക്കാൻ തുടങ്ങിയിട്ട്. നമ്മളിനി ബേസിക് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നമുക്ക് ചെൽസിയുടെ ഐ തിങ്ക് വിൽ മൂവ് ഓൺ ടു ദാറ്റ്. ഇനി വെറുതെ നമ്മളെ കുറിച്ച് പറഞ്ഞ കാര്യമില്ല. വിൽ മൂവ് ഓൺ ടു ടോപ്പ് 4 battle, then we'll come to title challenge. Chelsea lost to United. The game was Chelsea had 20 shots off target. United had 4 shots off target. Chelsea had 1 shot on target and United had 1 shot on target. ചെൽസിക്ക് ആകെ കൂടി കളിക്കുന്നുണ്ടെന്ന് ജാവോ പെഡ്രോ ഇഞ്ചേർഡ് ആയി. അതോടുകൂടി ഒന്നും നടന്നില്ല. കുറെ കളിച്ചു. ചെൽസി പ്ലേഡ് വെൽ എന്നല്ല, ചെൽസി പ്ലേഡ് എ ലോട്ട് ദാറ്റ് ഗെയിം. ചെൽസി കുറെ കളിച്ചു, പക്ഷെ ഒന്നും ആയില്ല. അത് ചെൽസിയുടെ, എനിക്ക് തോന്നുന്നു ചെൽസിയുടെ മാനേജർ ഈ സമ്മറിൽ മാറാനുള്ളതാണ്. ഈസ് നോട്ട് അപ് ടു ദ മാർക്ക്. എന്തുകൊണ്ടാണ് മെറസ്കയെ മാറ്റിയത് എന്ന് ഒരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞു. കാരണം എന്താണ്, ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല. പക്ഷെ അയാള് പറയുന്നത് എനിക്ക് മാനേജ്മെന്റിന് ഫുൾ ബാക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്. മാനേജ്മെന്റ് ഫുൾ ആയിട്ട് മുപ്പരുടെ പുറകിലാന്ന് പറഞ്ഞത്. എന്നെ ബാക്ക് ചെയ്യുന്നുണ്ട്. കാണുമ്പോ ചെൽസി മോശമാണ് നമുക്ക് തോന്നൽ വരില്ല. നമ്മൾ കളിക്കുന്ന പോലെ അല്ല. ചെൽസി കുറെ മൂവ് ഒക്കെ ചെയ്യും, ബട്ട് ദേ കാൻ ഫിനിഷ് ഓർ ഫൈനൽ തേർഡില് ഒരു തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. സ്ട്രൈക്കർ ഇല്ലാന്നേ, ഡിലാപ്പ് വർക്ക്ഔട്ട് ആയിട്ട് 5 കളിയൊക്കെ ആയില്ലേ ഗോൾ അടിച്ചിട്ട്, അങ്ങനെ എന്തോ കണ്ടു. 4-5 കളിയൊക്കെ. അതെ. ആൻഡ് യു ലുക്ക് അറ്റ് ഓൾ ദോസ് ഗെയിംസ്, കുറെ ഓഫ് ടാർഗറ്റ് ചാൻസസും കുറെ ചാൻസ് ക്രിയേഷനും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നില്ല. അറ്റ് ദ സെയിം ടൈം യുണൈറ്റഡ് ആർ നോട്ട് പ്ലേയിങ് ദാറ്റ് വെൽ, ബട്ട് യുണൈറ്റഡ് ആർ ഏബിൾ ടു ക്രിയേറ്റ് ഡിസൈസീവ് ചാൻസസ് ആൻഡ് ദേ ഹാവ് ഫ്യൂ ഫിനിഷേഴ്സ്. അപ്പൊ കുഞ്ഞാണെങ്കിലും എംബുഎമോ ആണെങ്കിലും ബ്രൂണോ ആണെങ്കിലും ഈവൻ സെസ്കോ ആണെങ്കിലും അവർക്ക് 4 എണ്ണം കിട്ടിയ ഒരെണ്ണം അടിക്കാൻ വരും. ചെൽസി ഡസൻ ഹാവ് എനിബഡി. ഒരു 20 ചാൻസ് ക്രിയേറ്റ് ചെയ്താലും അടിക്കാൻ ആളില്ലാത്തൊരു പ്രശ്നം അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ചെൽസി പ്ലേയേഴ്സിന് ആ ഒരു ഹങ്കർ ഇല്ല എന്ന് എനിക്ക് തോന്നുക. അവരുടെ ഇപ്പോ നമ്മൾ കണ്ടു, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ചെൽസി പ്ലേയേഴ്സിന് ലോങ് കോൺട്രാക്ട്സ് കൊടുക്കുന്നു, 8 വർഷം 9 വർഷം. എന്തായാലും അവർക്ക് കോൺട്രാക്ട് ഉണ്ട്. നമ്മൾ എന്തിനാ ഇത്രയധികം കഷ്ടപ്പെടുന്ന? കോൺട്രാക്ട് വിൻ ചെയ്യേണ്ട പ്രശ്നങ്ങളില്ല, സേഫ് ആണ്. അതൊന്ന്. 2 യങ് പ്ലേയേഴ്സ് ആണ്. പിന്നെ അവർക്ക് അറിയാം കോൺട്രാക്ട് വലുതാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ ചെൽസിയുടെ രീതി എന്ന് വെച്ചാൽ നല്ല പ്ലേയേഴ്സിനെ മേടിച്ചിട്ട് അവരെപ്പോഴും വിൽക്കും, വേറെ ക്ലബിലേക്ക് മാറ്റി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. എന്തിനാ വെറുതെ ഇത്രയധികം പണിയെടുക്കണേ? ഇനി കുറച്ച് ദിവസം ഈ കോൺട്രാക്ട് ഒക്കെ വെച്ചിരുന്ന് സേഫ് ആയിട്ട് നിൽക്കാം, അത് കഴിഞ്ഞ് അടുത്ത ക്ലബിലേക്ക് പോവാം. ഇപ്പോ ഈവൻ കീ പ്ലേയേഴ്സ് വരെ എൻസോ പോവാൻ നിൽക്കുകയാണ്, റയലിലേക്ക് പോവാൻ നിൽക്കുന്നു. അതുപോലെ പാമർ യുണൈറ്റഡിലേക്ക് പോകാൻ ഇങ്ങനെ തീരുമാനിച്ചു നിൽക്കുന്നു. അങ്ങനെ അവരുടെ കീ പ്ലേയേഴ്സ് വരെ അങ്ങനെ ഒരു മൂഡിലാണ്. അവരുടെ ചെൽസിയില് ഒരു ഫുൾ കമ്മിറ്റഡ് ആയിട്ട് കളിക്കാനുള്ള ഒരു മെന്റാലിറ്റിയിൽ അല്ല പ്ലേയേഴ്സ് എന്ന് ഫീൽ ചെയ്യാം. അപ്പൊ അത് ഇവരുടെ കളിയെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് പാമർ ഇപ്പൊ കണ്ടു. പാമർ ആ ഇഞ്ചറി കഴിഞ്ഞ് വന്ന സമയത്ത് പെട്ടെന്ന് കുറെ ഗോളൊക്കെ അടിച്ചു, അത് കഴിഞ്ഞ് പിന്നെ കൂൾ ഡൗൺ ആയി. പിന്നെ പാമർ ഒന്നും ചെയ്തിട്ടില്ല. FPL പാമർ എടുത്ത ആൾക്കാര് മൂഞ്ചി കുത്തിരിക്കുകയാണ്, ഒന്നും ചെയ്യണില്ല. അതുപോലെ യാവോ പെഡ്രോ ഇഞ്ചുറി ആയി പെട്ടെന്ന്. പക്ഷെ യാവോ പെഡ്രോ അതിനു മുമ്പ് ഗോൾ അടിച്ചിരുന്നില്ല കഴിഞ്ഞ കളികളിലൊന്നും. അപ്പോ അതാണ് പോയിന്റ്. അതായത് എനിക്ക് ഞാൻ അതിൽ ഒരെണ്ണം ആഡ് ചെയ്യാൻ ഉള്ളൂ. ക്രിസ് പറഞ്ഞു, അതായത് അറ്റാക്കേഴ്സ് ആണ് ഔട്ട്പുട്ട് കൊടുക്കാത്തത്. മിഡ്ഫീൽഡേഴ്സ് പരമാവധി വർക്ക് ചെയ്ത് ബോൾ അവിടെ എത്തിക്കുന്നുണ്ട്. ഇതിപ്പോ അവർക്ക് വരുന്ന ഈ ഇഞ്ചുറി ക്രൈസിസും ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ ഇല്ല. കുറെ വിങ്ങേഴ്സിനെ മേടിച്ച് കൂട്ടുന്നുണ്ട്, ഒരു ഗോൾ സ്കോറിംഗ് സ്ട്രൈക്കർ ഇല്ല. ഇല്ലെങ്കിൽ ജാവോ പെഡ്രോ വന്ന് നിൽക്കുന്നത് മിഡ്ഫീൽഡിലാണ്. അവിടുന്ന് ക്യാരി ചെയ്ത് പോകുമ്പോഴേക്കും അവിടെ സ്കോർ ചെയ്യാനുള്ള പൊസിഷനിൽ ആളില്ല. അതാണ് either wingers will lose the ball. Estevao ball lose ചെയ്യും, ഇല്ലെങ്കിൽ പെഡ്രോ നെറ്റ് ബോൾ ലൂസ് ചെയ്യും. ഇല്ലെങ്കിൽ അവിടുന്ന് ആ വിങ്ങർ ക്രോസ് ചെയ്യുമ്പോൾ ഈ വിങ്ങറിന് ടച്ച് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ക്രോസ് കൊടുക്കുമായിരിക്കും, റീസ് ജെയിംസ് നല്ലൊരു ക്രോസ് കൊടുക്കും, അത് ടച്ച് ചെയ്ത് ടാപ്പിൻ ചെയ്യാനുള്ള പൊസിഷനിൽ ജാവോ പെഡ്രോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡിലാപ്പ് ഉണ്ടാവില്ല. സോ ബാക്ക് ഫോറും മിഡ് ത്രീയും എല്ലാരും കളിക്കുന്നുണ്ട്, പക്ഷെ ആ ഫ്രണ്ട് ലൈൻ അറ്റാക്കേഴ്സ് ആണ് ഔട്ട്പുട്ട് കൊടുക്കാത്തത്.
ചെൽസിയുടെ ഓ പ്രശ്നം ഗോൾ കീപ്പറും ഫോർവേഡാണ് എപ്പോഴും. അവര് നല്ലൊരു ആ ഗോൾ കീപ്പറിനെയും നല്ലൊരു ഫോർവേഡിനെയും സൈൻ ചെയ്താൽ they will be there in top 5. ലീഗ് അവൻ അടിക്കുന്ന ഈ ഫോം എനിക്കറിയില്ല. ഈ യുണൈറ്റഡിന്റെ ഇത്രയും മോശം ഡിഫൻസ് ഉള്ള ആ ലൈനപ്പില് ഗോൾ അടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അല്ലേ? ഒരു യുണൈറ്റഡ് യുണൈറ്റഡിന് ആരുമില്ല. ഇല്ല. മെഗ്വയർ ഇല്ലായിരുന്നു, ലിസാൻഡ്രോ ഇല്ല, മറ്റേ ഇല്ല ലെനിയോറോ അല്ല ഇല്ല. ഒരു സെന്റർ ബാക്കും ബാക്കി 3 വിങ് ബാക്സ് വെച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത്. അതെ, മെസ്റായി, ഡാലോട്ട്, ലൂക്ഷ, പിന്നെ ഹെവൻ. ഇവന്മാരെ വെച്ചാ കളിച്ചിരിക്കും. പക്ഷെ അവന്മാരെ മര്യാദയ്ക്ക് കളിക്കുകയും ചെയ്ത്. കാരണം ഇവന്മാര് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അകത്ത് അതെ, വന്നൊക്കെ വല്ലതും ചെയ്താലേ നടക്കുള്ളൂ. വെറുതെ പുറമേ നിന്ന് അടിച്ച് ക്രിസ് പറയുന്ന പോലെ 20-25 അറ്റംപ്റ്റ്സ് ഉണ്ട്. പക്ഷെ ടാർഗറ്റിലേക്ക് 2-3 കയറിയിട്ടുള്ളൂ. ഒന്ന് കീപ്പർ സേവ് ചെയ്തു. അതാണ് ഒറ്റൊന്നുള്ളൂ. അതാണ് പ്രശ്നം. അതാണ്, അതായത് ഈ കോച്ചസിന്റെ കാര്യം പറയുന്നത് കുറെ ഗവാർഡിയോള അത് ഇതൊക്കെ പറയുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ പറയുന്നത് ഒരു പ്ലെയറിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞതാണ് കോച്ചിന്റെ ഏറ്റവും വലിയ ഒരു 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 ഡ്യൂട്ടി. ഫോർമേഷനും തേങ്ങയും മാങ്ങയും അത് വേറെ. ഞാൻ പറയുന്നത് ഇപ്പൊ സ്ലോട്ടിനെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം കഴിഞ്ഞ സീസൺ ഗ്രാവൻബർച്ചിലും സലയിലും കണ്ട ഒരു ചേഞ്ച് ആണ്. ലൈക് ദേ വെർ പ്ലേയിങ് ബെറ്റർ ദാൻ ബിഫോർ. ഈ സീസൺ അത് വന്നിട്ടില്ല. ബട്ട് ഈ സീസൺ ഐ ക്യാൻ സീ Soboslai playing slightly better, but the whole team is performing very bad. ഇപ്പം പെഡ്രോ നെറ്റോ പോലത്തെ ഒരു പ്ലെയർ വുൾഫ്സ് അവിടെ എത്തുമ്പോൾ വി എക്സ്പെക്ട് ഹിം ടു എക്സ്പ്ലോഡ്. കാരണം ഈസ് പ്ലേയിങ് വിത്ത് ബെറ്റർ പ്ലേയേഴ്സ് അല്ലെ. അപ്പൊ ഈ അവിടെ ഗർനാച്ചോ വന്നു, പെഡ്രോ നെറ്റോ വന്നു. അപ്പാർട്ട് ഫ്രം ജാവോ പെഡ്രോ വേറെ ആരും ആ ഒരു എലിവേഷൻ കിട്ടിയിട്ടില്ല. That is where I give credit to Michael Carrick. You can see the improvement in Bruno, മറ്റേ കുഞ്ഞാണെങ്കിലും എംബുമോ ആണെങ്കിലും എവറിബഡി ഇംപ്രൂവ്ഡ് ഓൾ ഓഫ് എ സഡൻ. ഒരു ബെറ്റർ ഔട്ട്പുട്ട് അവരെ കയ്യിൽ നിന്ന് കിട്ടി. ആ ഒരു സാധനം ഏതാ ഈവൻ സെസ്കോ was lost under Amorim. Even അമാദ് എല്ലാരും ബെറ്റർ ആയി. അപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം ടേബിളിലും കാണാനുണ്ട്. ഐ തിങ്ക് യുണൈറ്റഡ് ഹാസ് എ 10-point ലീഡ് ആൻഡ് ഐ തിങ്ക് ദേ വിൽ ബി ഇൻ ചാമ്പ്യൻസ് ലീഗ് നെക്സ്റ്റ് സീസൺ ഫോർ ഷുവർ. വില്ല വേഴ്സസ് സണ്ടർലൻഡ് ഞാൻ കളി മാച്ച് കണ്ടിട്ടില്ല. ഗണേശൻ കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല, ഞാൻ ഹൈലൈറ്റ്സ് മാത്രമേ കണ്ടിരുന്നു. സോ വില്ല ബിഗ് വിൻ. ഐ തിങ്ക് വില്ല വിൽ ഓൾസോ മേക്ക് ഇറ്റ് ടു ടോപ്പ് 5 അല്ലേ? വാറ്റ്കിൻസിന്റെ പെർഫോമൻസ് ആണ് കൂടുതൽ കണ്ടത്. മാതിരി കളിയാണ്, വൺമാൻ ഷോ എന്ന് വേണം പറയാൻ. എനിവേ ഐ തിങ്ക് ടോപ്പ് 4 ബാറ്റിൽ ഏകദേശം തീരുമാനമായി. ഇനിയിപ്പം അൺലെസ് ലിവർപൂൾ ഓർ വില്ല ഓർ യുണൈറ്റഡ് ഫെയിൽ മിസറബിളി. കാരണം 5 മാച്ചിൽ ലിവർപൂൾ നീഡ് 3 wins if Chelsea wins all of their games. So it looks tough. ഇന്ന് രാത്രി ചെൽസിയുടെ മാച്ച് ഉണ്ട്. മേ ബി ചെൽസി വിൽ ബ്രിങ് ഇറ്റ് ഡൗൺ ടു 4 points. കാരണം നമുക്ക് വില്ല മാച്ച് കാണാത്തോണ്ട് അതിനെ കുറിച്ച് നമ്മൾ വലിയ കാര്യത്തിൽ അവകാശവാദങ്ങൾ പറയുന്നത് ശരിയല്ല. ബട്ട് സണ്ടർലൻഡ് 4-3 ഐ തിങ്ക് സണ്ടർലൻഡ് ഓൾസോ ഗേവ് എ ഫൈറ്റ് അല്ലേ? പിന്നെ 3-1 ലീഡ് ചെയ്ത് നിൽക്കായിരുന്നു വില്ല. നമ്മുടെ മാച്ചിന്റെ സമയത്തായിരുന്നല്ലോ നമ്മള് സ്കോർ നോക്കിക്കൊണ്ടിരിക്കുമ്പോ 3-1 ഇത് കംഫർട്ടബിൾ ആയിട്ട് വില്ല ജയിക്കുന്ന വിചാരിച്ചിരിക്കുക. അപ്പോഴും പെട്ടെന്ന് 90 minutes ആവാറായപ്പോഴേക്കും പെട്ടെന്ന് കടക്കട 2 ഗോൾ 3-3 ആയി പെട്ടെന്ന്. അപ്പൊ നമ്മുടെ മാച്ച് കഴിഞ്ഞവിടെ ഞാൻ ചേഞ്ച് ചെയ്ത് ആ മാച്ച് വെച്ച് വില്ല മാച്ച് വെച്ചേക്കായിരുന്നു. കറക്റ്റ് ആ ലാസ്റ്റ് ഇഞ്ചുറി ടൈമിൽ അവർ കൂടെ അടിച്ച് അത് ജയിച്ചു. അപ്പൊ അത് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് അവരവിടെ കാണിച്ചു. ടോപ്പ് 5 ഫിനിഷ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ആൻഡ് ദേ ഡിസേർവ് ഇറ്റ്. കാരണം അത്രയും അവര് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സീസൺ നന്നായി കളിച്ചിട്ടുണ്ട്. അവർ അവിടുന്ന് പിന്നെ ഒരു ഇതായി പോയി. ആൻഡ് വേറൊരു ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്തോ ഒരു ഇക്വേഷൻ ഉണ്ട് ദാറ്റ് ഇഫ് വില്ല വിൻ ദ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പ ലീഗ് മറ്റേ ആൻഡ് ഫിനിഷ് 6th പൊസിഷനിലെ ടീം ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ആവുമെന്നൊരു ഞാൻ വായിച്ചു. അവസാനം പ്രീമിയർ ലീഗിൽ ചാമ്പ്യൻസ് ലീഗിൽ മൊത്തം പ്രീമിയർ ലീഗ് ടീംസ് കയറുന്ന അവസ്ഥയാണ്. Anyway, we'll talk about the most important match of this weekend. City versus Arsenal. എന്താണ് അവസ്ഥ? ഞാൻ ഓബിന് കൊടുക്ക സുദീപിന് കൊടുക്ക. എന്ത് പറ്റി ആർട്ടേറ്റന്? ആർട്ടേറ്റൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 2-2 അല്ലെങ്കിൽ 1-1 ഡ്രോ ആണ് ഞാൻ പറഞ്ഞത്. ലാസ്റ്റ് മിനിറ്റ് ഈ പറഞ്ഞ പോലെ ആർട്ടേറ്റ ഗബ്രിയൽ ജീസസിനെ ഇറക്കി വിട്ടില്ല. അതാണ് പറ്റിയത്. ഞാൻ പറഞ്ഞത് ഇതുപോലെ ആയിരിക്കും സ്കോർ. ഇഞ്ചുറി ടൈമിൽ ജീസസ് ഗോൾ അടിച്ച് ഡ്രോ പിടിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ
ജേസൂസിനെ ഇറക്കാത്ത കാരണമാണ് പറ്റിയത്. എനിവേ എന്തായാലും അവര് അറ്റാക്ക് ചെയ്ത് കളിച്ചുട്ടെ. എസെ ഇറക്കി, ഒഡേഗാർഡിനെ ഇറക്കി, നല്ല പോസിറ്റീവായിട്ട് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാമെന്നുള്ള ഒരു ഹോപ്പിൽ തന്നെയാണ് ഇറങ്ങിയത്. അതുപോലെ ഗ്യോക്രസിനെ ഇറക്കിയില്ല, അതും ഗോൾ അടിക്കാനുള്ള ഒരു ചാൻസ് നല്ല ടീമിന്റെ അടുത്ത് ഗോൾ അടിക്കില്ലല്ലോ, ചെറിയ ടീംസിന്റെ അടുത്തല്ലേ ഗോൾ അടിക്കും ഗ്യോക്രസ്. അപ്പൊ ഹാവേർട്സിനെ ഇറക്കി. അപ്പൊ ആ ഹാവേർട്സിനെ ഇറക്കിയത് കീ ആയിരുന്നു. ഹാവേർട്സിന്റെ ആ പ്രസ്സിങ് ശരിക്ക് അതിൽ നിന്നാണല്ലോ ഗോള് വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് പറഞ്ഞാൽ നമ്മള് ഹൈലൈറ്റ്സ് ഒക്കെ മറ്റേ ഗോളിന്റെ റീപ്ലേ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അപ്പുറത്ത് ഗോള് വീണു. പ്രതീക്ഷിക്കാനൊന്നും സമയം ഉണ്ടായില്ല. അത്രയും പെട്ടെന്ന് റെസ്പോൺസ് കൊടുത്തു. അപ്പൊ അവര് ആ പ്ലേയേഴ്സും എല്ലാവരും ആ ആർട്ടേറ്റയുടെ ആ ഒരു ഫൈറ്റിംഗ് ഒരു സ്പിരിറ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നത് അത് വെച്ചിട്ടാണല്ലോ. ഇല്ലെങ്കിൽ ഗോള് വന്നു കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും തല കുനിച്ച് ഒക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയല്ല ഉണ്ടായത്. ഒരു ഗോൾ അടിച്ച് തിരിച്ചടിക്കാൻ തന്നെ അപ്പൊ തന്നെ അടിച്ചു. പിന്നെ 2-1 ആയി കഴിഞ്ഞപ്പോ വീണ്ടും അവരെ അറ്റാക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഗോൾ അടിക്കാനൊക്കെ, സ്കോർ ചെയ്യാൻ ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ സാധിച്ചില്ല. 2-1 എന്നുള്ള സ്കോറിന് ഇപ്പൊ ടൈറ്റിൽ ചലഞ്ച് ഒരു പ്രോപ്പർ ടൈറ്റിൽ ചലഞ്ച് ആയി ഇപ്പോഴായിട്ടുള്ളൂ. ഇപ്പോ ഈക്വൽ പോയിന്റ്സിൽ എത്താനുള്ള ഒരു ചാൻസ് സിറ്റിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ സിറ്റി അടുത്തടുത്ത് കളിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. നിക്കോ റൈലി ഇഞ്ചറി കഴിഞ്ഞ് വന്ന് പിന്നെ ഇത്രയും കളി അല്ല 90 മിനിറ്റ്സ് കളിച്ച് ഇനി വീണ്ടും കളിക്കേണ്ടി വരും. ആളാണ് ഇപ്പൊ കീ പ്ലെയർ അവരുടെ. ചെറുക്കി കുറെ മിനിറ്റ്സ് കളിച്ചു. അറിയില്ല, സിറ്റിയുടെ മാച്ച് ഇപ്പൊ വെള്ളിയാണ്. അതെ, ജയിക്കാം, അത് സിറ്റി ജയിക്കും. സിറ്റി അത് ജയിച്ചു കഴിഞ്ഞാൽ ഈക്വൽ പോയിന്റ്സ് പിന്നെ നല്ല രസമായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോ ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞു സിറ്റിക്കായിരിക്കും പ്രഷർ എന്നുള്ളത്. ഓർമ്മയുണ്ടോ? ഞാൻ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു ആഴ്സണലിനല്ല. അത് പറഞ്ഞിട്ട് കഴിഞ്ഞ 6 സീസണിൽ 5 ടൈറ്റിൽ അടിച്ച സിറ്റിക്ക് എന്ത് പ്രഷർ? അല്ല, അത് അപ്പോ അവര് ഫേവറേറ്റ്സ് ആയില്ലേ, അപ്പൊ അത് പ്രഷർ അല്ലേ? ഒരു ടീം ടൈറ്റിലിന് ഫേവറേറ്റ്സ് ആവും. വിന്നിംഗ് റണ്ണിലാവുമ്പോ എന്ത് പ്രഷറാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേറെ സ്ട്രീക്ക് ഡോമിനേറ്റ് ചെയ്ത് അതായത് ഫേവറേറ്റ്സ് ആവുമ്പോ പ്രഷർ വരാത്ത 2 ടീമേ ഉള്ളൂ, ഒന്ന് സിറ്റിയും മെഡ്രിഡും. കാരണം കഴിഞ്ഞ 5-6 വർഷം അവർക്ക് ഒരു പ്രശ്നമില്ല. നമ്മള് ക്ലോപ്പ് എത്ര ചേസ് ചെയ്തവന്മാര്. ഒരു പുതിയ സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമല്ലേ പ്രഷർ വരുന്നത്. അതവർക്ക് എന്താ പറയാ, പൊരുത്തപ്പെട്ടു പോയ സിറ്റുവേഷൻ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, ഞാനിപ്പം മാച്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോ അർട്ടറ്റയെ കുറിച്ച് പറയുന്നു. ചുമ്മാ ഐ എം നോട്ട് ബ്ലെയിമിങ് അർട്ടറ്റ. കാരണം ഈ സീസണിൽ ഇത്രയും പോയിന്റ്സ് ഈ സമയത്ത് ഏറ്റവും നല്ല ടീം എന്ന് പറയുന്നത് സിറ്റി, ഏറ്റവും കൺസിസ്റ്റന്റ് ടീം എന്ന് പറയുന്നത് ആഴ്സണൽ തന്നെയാണ്. ഈ ഡിപ്പ് ഒഴിവാക്കിയാൽ സിറ്റി വർ വെരി ബാഡ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഗെയിം. പക്ഷെ കളി എത്ര മിനിറ്റ് ആണ് ഗോൾ അടിച്ചത് സിറ്റി? ഫസ്റ്റ് ഹാഫിൽ അടിച്ചു. അല്ല, സെക്കൻഡ് ഹാഫില് സെക്കൻഡ് ഹാഫില് സമയം 65 ഫിഫ്ത്ത് മിനിറ്റിലാണ് ഹാലൻഡ് ഗോൾ അടിച്ചത്. ഒരു 70 അപ്പൊ 2-1 ആണ് റിസൾട്ട്. ഒരു 70 മിനിറ്റ്സ് കഴിഞ്ഞാൽ അത് ക്ലോപ്പ് ആണെങ്കിലും, ഞാൻ ഗ്രേറ്റ് മാനേജേഴ്സ് അല്ല, ഒരു നമുക്ക് ടൈറ്റിൽ അടിക്കണം എന്നുള്ള ഒരു മാനേജർ ആ സമയത്ത് നമ്മൾ ഇംഗ്ലീഷിലെ ഫ്രേസില് വിൽ ത്രോ ദ കിച്ചൺ സിങ്ക്. ഇറങ്ങിക്കോ, എല്ലാരും കേറി കളിച്ചോ. ലൈക്ക് അയാള് സബ്സ്റ്റിറ്റ്യൂഷൻസ് നോക്കില്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻസ് പോലും ബെൻ വൈറ്റും ട്രോസാർഡും വന്നു. ഞാനത് പറയാനിരിക്കുകയാണ്. അതായത് പോസ്റ്റില്, അതായത് ഷോർട്ട് അറ്റംപ്റ്റ് ട്രൈ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് എസേനെ കേട്ടിട്ടാണ് ട്രോസാർഡിനെ ഇറക്കുന്നത്. പോരാതെ ബെൻ വൈറ്റിനെ ഇറക്കുന്നുണ്ട്. ബട്ട് യു ഹാവ് മാക്സ് ഡോവൻ, ഗബ്രിയൽ ജീസസ് ഉണ്ട്, ഗ്യോക്കെറസ് ഉണ്ട്. ഇവരൊക്കെ ബെഞ്ചിലുള്ളപ്പോ വൈ ബെൻ വൈറ്റ്? അല്ലെങ്കിൽ ബെൻ വൈറ്റിന് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യിക്കാറുണ്ട് മൊസ്കേറിന് പകരം. അത്രയും കളി ബെൻ വൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് മൊസ്കേറിനെ ഇറക്കിയിട്ട് ബെൻ വൈറ്റിനെ തിരികെ കൊണ്ടുവരുന്ന എന്താ ആവശ്യം? മനസ്സിലായി, അത് ഓക്കെ. പക്ഷെ കളി 3 at the back കളിച്ചിട്ട് ഒരു സ്ട്രൈക്കറിനെ, എക്സ്ട്രാ സ്ട്രൈക്കറിനെ ഇറക്കി വിട്ടാ എന്താ പ്രശ്നം? അല്ല, ഞാൻ ചോദിക്കുന്നത് റൈസിന് ഫുൾ ബാക്ക് കളിക്കാലോ.
പുട്ട് ഓൺ യുവർ സ്ട്രൈക്കേഴ്സ് അല്ലേ. ഇപ്പൊ സ്ലോട്ടിനെ നമ്മൾ കളിയാക്കലുണ്ട്, പക്ഷെ സംടൈംസ് ഐ ഫീൽ ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഡു, ത്രോ ഇൻ എവറിത്തിങ്. അതായത് ഇതിന്റെ ഒരു ഏറ്റവും കോമൺ എന്താ വെച്ചാൽ സെന്റർ ബാക്ക് കളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഹിൻകാപ്പി ഉണ്ട്, ഗബ്രിൽ ഉണ്ട്, മറ്റേ അവന്റെ പേര് സലീബി ഉണ്ട്. 3 പേർക്ക് 3 at the back സുഖമായിട്ട് കളിക്കാം. ഞാൻ പറയുന്നത് ആർസണലിന് ആ കളി ഡ്രോ ആയാൽ മതി, ജയിക്കണ്ട. അതെ. അപ്പൊ 2-1 ഉള്ള സമയത്ത് അത് 3-1 ആയാലെന്ത് 4-1 ആയാലെന്ത്, ഗോൾ ഡിഫറൻസ് ആണ് ആലോചിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു മാനേജറിന് ലീഗ് അടിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് യു ഹാവ് ടു, ഹൗ ക്യാൻ യു വിഡ്രോ എസെ? നിങ്ങളുടെ ഏറ്റവും അറ്റാക്കിംഗ് ഫ്ലെയർ പ്ലെയർ ആണ് എസെ, സാക്ക ഇല്ലാത്തപ്പോ. ജീസസ് എല്ലാരും ഇറക്ക്. സ്റ്റൈൽ ഓഫ് പ്ലേ എന്നല്ല, തോക്കട്ടെ. 4-1 തോറ്റാലും 3-1 തോറ്റാലും 3 പോയിന്റ് കിട്ടില്ല എങ്ങനെയായാലും. അതെ, മറിച്ച് തിരിച്ചു കിട്ടിയ 2-2 1 പോയിന്റ് ആയില്ലേ. അങ്ങനെ നോക്കാം. അങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. കാരണം കോർണർ കിട്ടിയാൽ മതി. ഇപ്പൊ ട്രൊസാഡ് പന്തും കൊണ്ട് അവിടെ ഡ്രിബിൾ ചെയ്ത് പോയി, അവിടുന്ന് കോർണർ മേടിക്കുക. കോർണർ മേടിച്ചു കഴിഞ്ഞാൽ ചാൻസ് ആയില്ലേ. അങ്ങനെയാണല്ലോ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ. അങ്ങനെയാണ് ഇത്രയും കാലം കളിച്ചോണ്ടിരുന്നേ. പക്ഷെ അത് കളിക്കാൻ പറ്റാത്തോണ്ടല്ലേ എങ്ങനെ ചോദിച്ചേ. ഒരു എക്സ്ട്രാ മാൻ ഇൻ ദ ബോക്സ് എന്തായാലും ഒരു ചേഞ്ച് വരുത്തും ഉറപ്പായിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാല് ബെൻ വൈറ്റിനെയൊക്കെ ഇറക്കിയിട്ട് എന്ത് കാണിക്കാനാ? ഓൾറെഡി ഡിഫൻസീവ് മോഡിലാണ് ഡെക്കറൻ റൈസിനെയും മറ്റേ സുബി മെൻഡിനെയും വെച്ചിട്ട് കളിക്കുന്നത്. എന്നിട്ടും വേറൊരു ഡിഫൻഡർ എന്തിനാ, എക്സ്ട്രാ ഡിഫൻഡർ എന്തിനാ കൊണ്ടുവരുന്നത്? അതാണ് മനസ്സിലാവാത്തത്. പ്രത്യേകിച്ച് ട്രൊസാഡ് എന്താ ചെയ്തത്? എസെ ആണെങ്കിൽ ലൈൻ ബ്രേക്കിംഗ് പാസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഹി വിൽ ടേക്ക് ഷോട്ട്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിങ്ക്ട് ഉള്ള പ്ലെയറെ വരാതെ ബെൻ വൈറ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? അറ്റ്ലീസ്റ്റ് ഐ എക്സ്പെക്ട് മാക്സ് ഡോമൻ അക്കാഡമി പ്രോഡക്റ്റ് ആണ്, ജയിക്കാൻ വേണ്ടി എമ്മാര് കളിയും കളിക്കും. സോ അറ്റ്ലീസ്റ്റ് ഒരു പെനാൾട്ടി ട്രിബിൾ ചെയ്തിട്ട് ഒരു പെനാൾട്ടി ഇൻസൈഡ് ദ ബോക്സ്, അങ്ങനെ വല്ല സിറ്റുവേഷൻ ഒക്കെ നോക്കായിരുന്നു. അത് പോകെ 2-1 വേണ്ട, ഈ സിറ്റുവേഷനിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ നോക്കിയ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതന്നെ മനസ്സിലാക്കുമല്ലോ നമുക്ക് ഇന്റൻഷൻ എന്താണെന്ന്. 2-1 തന്നെ പിടിച്ചു നിൽക്കാന്ന പോലെയാണ് തോന്നിയത്. 2-1 നിൽക്കുമ്പോ 85th മിനിറ്റിലും 89th മിനിറ്റിലും പെപ്പ ഇറക്കിയത് ഫോർഡനെയും സാവിഞ്ഞോനാണ്. അതെ, എന്നിട്ടാണ് ആക്കിനെ ഇറക്കിയത് ലാസ്റ്റ്. എനിവേ, സോ ടൈറ്റിൽ ഇനി ബേസിക്കലി ഷൂട്ട് ഔട്ട് ആണ്. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു നിനക്ക്. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. ഗബ്രിയൽ ഹാലൻഡ് ബാക്കിൽ അത് പോട്ടെ, അത് അവന്മാരെപ്പോഴും പിടിച്ചു വലിച്ച് കളിക്കുന്നല്ലേ. അല്ല, എനിക്ക് ക്രിസ്ത്യനോടാണ് ഒരു കാര്യം പറയാനുള്ളത്. നിനക്ക് വേറെ കളറുള്ള ബോട്ടിലൊന്നും കിട്ടിയില്ലേ വെള്ളം കുടിക്കാൻ? അഞ്ച് മാച്ച് ആർസണൽ 5 മാച്ചിൽ 5 ജയിച്ചാൽ ആർസണൽ ടൈറ്റിൽ അടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. I can see City dropping points, to be honest. City ചിലപ്പോൾ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യും. ആർസണൽ 5 ജയിക്കുമോ എന്നുള്ളത് എന്റെ സംശയമാണ്. ഇങ്ങനെ നീ ഫാൾസ് ഹോപ്പ് കൊടുക്കല്ലേ പാവം. ഫാൾസ് ഹോപ്പ് അല്ല ഞാൻ പറയുന്നത്. സിറ്റി വിൽ ഡ്രോപ്പ് പോയിന്റ്സ്, ബട്ട് വെദർ ആർസണൽ വിൽ ക്യാപിറ്റലൈസ്. ആർസണൽ 5 ജയിക്കാൻ പറ്റുമോ? ഇത്രയും കാലം അവര് ക്യാപിറ്റലൈസ് ചെയ്യാത്തോണ്ടാണ് ഈ സിറ്റുവേഷനിൽ എത്തിയത്. അതെ അതെ അതെ. നമ്മള് കഴിഞ്ഞ കൊല്ലം സിറ്റി തോക്കുമ്പോ നമ്മൾ ജയിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ജയിക്കാൻ പറ്റി. സിറ്റി തോക്കുമ്പോ ആ സമയം ആ ഇത് യൂട്ടിലൈസ് ചെയ്തിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഒന്നും ഇപ്പൊ ഈ 33 കളിയൊന്നും വരേണ്ട ആവശ്യമില്ല. എപ്പോഴേ കപ്പടിച്ചേനെ. അവരും ഡ്രോപ്പ് ചെയ്തു ആ സമയത്ത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബോർൺമൗത്തിലൂടെ തോറ്റതാണ്. സ്പോർട്ടിങ്ങിന്റെ കൂടെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല, സിറ്റിയുടെ കൂടെ പൊട്ടി. ഇനി അടുത്ത കളി എന്താവുന്ന അറിയില്ല, കണ്ടു നോക്കണം. ആർസണൽ ഇനി വരാൻ പോകുന്നത് നെക്സ്റ്റ് ഗെയിം ഐ തിങ്ക് ന്യൂകാസിൽ ആണോ? ന്യൂകാസിലെ എല്ലാരും ഫിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ അനൗൺസ് ചെയ്തിട്ട് ന്യൂകാസിൽ കഴിഞ്ഞ പാടെ ദേ ഹാവ് അത്ലറ്റിക്കോ മാഡ്രിഡ്, ദെൻ ഫുൾഹാം, അത് കഴിഞ്ഞ് അത്ലറ്റിക്കോ മാഡ്രിഡ്, വെസ്റ്റ് ഹാം, ബേൺലി ആൻഡ് ലാസ്റ്റ് ഗെയിം പാലസ്.
വിന്നബിൾ ആണ്. ഗെയിംസ് ആണ്, എല്ലാം ജയിക്കാം. സിറ്റി പക്ഷെ നമ്മള് പോയിന്റ്സ് ആ- ഡ്രോപ്പ് ആ- ചെയ്യും. ഞാൻ ഇതിന്റെ കൂട്ടത്തില് നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് കളി ആസ്റ്റൻ വില്ല, സിറ്റി വേഴ്സസ് ആസ്റ്റൻ വില്ലയാണ് ലാസ്റ്റ് കളി. സോ Yes. നമ്മള് മര്യാദക്ക് ജയിച്ച് നിൽക്കുകയാണെങ്കിൽ വി ഹാവ് എ ചാൻസ് ടു ഗോ അബൌവ് വില്ല മേ ബി. നമ്മൾ ജയിച്ച് കളിക്കുകയാണെങ്കിൽ എല്ലാവരും. ജയിച്ചു കളിക്കുകയാണ്. സുദീപ് പറഞ്ഞ പോലെ ഒരു ടോപ്പ് 4 ചാൻസസ് ഉണ്ട്, ടോപ്പ് 5നേക്കാൾ. ടോപ്പ് 3 ഒന്നും കിട്ടില്ല, അത് തോന്നുന്നില്ല. കിട്ടും കിട്ടും, 3 എത്ര ഇപ്പം 3 പോയിന്റ്സ് വ്യത്യാസമുള്ളൂ. എത്ര വ്യത്യാസമുള്ളൂ, കിട്ടും. ടോപ്പ് 3 ഫിനിഷ് ചെയ്യും. ടോപ്പ് 3 അല്ല, കളിക്കണം. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഇഫ് യു ബീറ്റ് യുണൈറ്റഡിന്റെ കൂടെ യുണൈറ്റഡ് നമുക്ക് കളിയുണ്ട്, യുണൈറ്റഡിനെ നമ്മൾ പൊട്ടിക്കണം. അതെ പൊട്ടിക്കും, അതെ. പൊട്ടിക്കും. നമ്മളെ Okay, എവർട്ടനെ I think പൊട്ടിച്ചു. we have covered. ഇനി നമുക്ക് സംസാരിക്കാനുള്ള വിഷയം റെലഗേഷൻ ബാറ്റിൽ ആണ്. സ്പേഴ്സ് അവസാന മിനിറ്റിൽ കൊണ്ടുപോയിട്ട് മേടിച്ചു. 2-1 വാൻ ഹെക്കിയനൊക്കെ ഇങ്ങനെ പുഷ് ചെയ്ത് ആ ഡി ബോക്സിനടുത്ത് എടുക്കാൻ വിട്ടു. അറ്റ്ലീസ്റ്റ് അവന് അവിടെ ഡൈവ് ചെയ്ത് വല്ലതും അഭിനയിച്ചെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ റെഫറി ഹെൽപ്പ് ചെയ്യായിരുന്നു. ഈ സ്റ്റുഡ് ഓൺ ഹിസ് ഗ്രൗണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സുദീപ് പറഞ്ഞ വെറുതെ പോലെ വീണാ മതിയായിരുന്നു. സ്പേഴ്സ് പ്ലേഡ് ബെറ്റർ. ഈ മാച്ച് സുദീപ് ജയിക്കുന്ന ഈ സീസൺ വെച്ച് നോക്കുമ്പോൾ സ്പേഴ്സ് ഒരു പാഷൻ വെച്ച് കളിച്ചു. പക്ഷെ ബ്രൈറ്റൺ ഈ സീസൺ മൊത്തം നല്ല ഒരു ഡീസന്റ് ഫോമിലാണ് കളിക്കുന്നത്. മച്ച് മോർ ഓർഗനൈസ്ഡ് ആൻഡ് ദേ ഹാഡ് ദ ബിലീഫ് ആൻഡ് ദേ സ്കോർഡ് ഗ്രേറ്റ് ഗോൾ. ഷാവി സിമൺസിനെ അൺലോക്ക് ചെയ്യുന്ന സുദീപ് അല്ലേ പറഞ്ഞത്? ഷാവി സിമൺസിനെ അൺലോക്ക് ചെയ്യുന്നു. യെസ്, അപ്പൊ അത് സംഭവിച്ചു. ആൻഡ് പക്ഷെ സ്പേഴ്സ് ഡ്രോയിനേക്കാളും സ്പേഴ്സിന് പണി കിട്ടിയത് ഫോറസ്റ്റ് വിന്നിങ് 4-1 ആൻഡ് ലീഡ്സ് വിന്നിങ്. സോ ലീഡ്സ് ആർ ബേസിക്കലി സേഫ്. ഇനി ലീഡ്സിന് പേടിക്കാനില്ല. ആൻഡ് വെസ്റ്റ് ഹാം ഡ്രോയിങ് ഓൾസോ കൈൻഡ് ഓഫ് എന്താ പറയാ, സ്പേഴ്സിന് ബുദ്ധിമുട്ടാണ്. 2 പോയിന്റ്സ് ഗ്യാപ്പ് അതുപോലെ നിന്നു. നെക്സ്റ്റ് മാച്ച് അതല്ല, വെസ്റ്റ് ഹാം ഡ്രോ ആയെന്നുള്ളത് അവര് സ്പേഴ്സ് ഡ്രോ തന്നെയായത്. അപ്പൊ അവിടെ വലിയ വ്യത്യാസം വന്നിട്ടില്ല. അവിടെ അല്ല, ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇതില്ല. 2 പോയിന്റ്സ് ഗ്യാപ്പിന് നിന്നു ഞാൻ പറഞ്ഞു. 2 പോയിന്റ്സ് ഗ്യാപ്പ് ഉണ്ട്. അടുത്തത് വോൾസ് അവേ ആണ്. അടുത്തത് സ്പേഴ്സ് ഹാസ് ടു വിൻ. അത് ഒരിക്കലും സ്പേഴ്സിന് ആ മാച്ചിൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ ഐ ഫൈൻഡ് ഇറ്റ് ബി ഡിഫിക്കൽട്ട് ഫോർ ദം. കാരണം വോൾഫ്സിനെ ബാക്കി എല്ലാ റെലഗേഷൻ ടീമും തോപ്പിച്ചിരിക്കുക. പിന്നെ വില്ല ഉണ്ട്, പിന്നെ ലീഡ്സ് അറ്റ് ഹോം, പിന്നെ ചെൽസി അവേ, പിന്നെ എവർട്ടൺ ഹോം. ഇങ്ങനെയാണ് കളി. വെസ്റ്റ് ഹാമിന് ആർസണൽ ഉണ്ട്, ന്യൂകാസിൽ ഉണ്ട്, ബ്രെൻഫോർഡ് ഉണ്ട്, ലീഡ്സ് ഉണ്ട്. സോ ഇറ്റ്സ് ടഫ് ഫോർ വെസ്റ്റ് ഹാം ഓൾസോ. ആര് വേണമെങ്കിൽ പോവാം. വെസ്റ്റ് ഹാം ഇല്ലെങ്കിൽ സ്പേഴ്സ് ആയിരിക്കും. എന്റെ കണക്കൂട്ടില് ഞാൻ പറഞ്ഞില്ലേ, കൈൻഡ് ഓഫ് സേഫ് ആണ് ലീഡ്സ്. അതല്ല, എന്റെ കണക്കൂട്ടിൽ ഞാൻ 39 പോയിന്റ്സ് ആയില്ല അവർക്ക്. 39 ലീഡ്സ് 39. ഞാൻ പറഞ്ഞത് ലീഡ്സ് എന്തായാലും റെലിഗേറ്റ് ആവില്ല. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിരിക്കും ചാൻസ് എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവരാണ് റെലിഗേറ്റ് ആവേണ്ട ടീം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവര് 4-1 കിടിലായിട്ട് ജയിച്ചു വന്നു. എനിക്ക് തോന്നുന്നത് സ്പേഴ്സിന്റെ കാര്യം പരിഗണിക്കും. ബുൾസ് മാച്ച് അവര് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത സ്പേഴ്സ് ഏകദേശം 95% റെലിഗേഷൻ കൺഫേം ആണ്. 95%. പിന്നെ അവർക്ക് ആസ്റ്റൺ വില്ല, ചെൽസി, ടോട്ടനം സീനാണ്. ആസ്റ്റൺ വില്ല, ചെൽസി, എവർട്ടൺ. ലാസ്റ്റ് ഡേ എവർട്ടൺ. ലീഡ്സും ഉണ്ട്. ലീഡ്സിന്റെ പേസിന്റെ കൂടെ ഒന്നും മാച്ച് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു. ഇതിപ്പോ പോൾസിന്റെ കൂടെ പോയാൽ തീർന്നു. 95 ഒന്നും വേണ്ട, 100 തന്നെ പോകും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് പ്രിവ്യൂ ഇല്ല. പിന്നെ ബ്രെൻഫോർഡ് ഫുള്ളും ഡ്രോ. ബ്രെൻഫോർഡ് മറ്റേ ഡ്രോയിന്റെ മറ്റേ ഏറും കളിയാണ്. 5 ഡ്രോ ടൈപ്പ് അടുപ്പിച്ച്. അവരുടെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഏകദേശം അതോടുകൂടി തീരുമാനമായി. നമ്മളിങ്ങനെ ഡ്രോ ഒക്കെ കിട്ടി നമ്മൾ അൺഡിഫീറ്റഡ് ആയിട്ട് ഇരുന്നാണ് ഒരു കാലത്ത്. അല്ല, ബ്രെൻഫോർഡിന്റെ സീസൺ ഇസ് എ സക്സസ്. നമ്മൾ ഈ സീസൺ തുടങ്ങുമ്പോൾ എല്ലാവരും ബ്രെൻഫോർഡ് ഒരു റെലഗേഷൻ കാൻഡിഡേറ്റ് ആണ്. അവര് എംബോമനെ വിറ്റു, വിസേനെ വിറ്റു, അവരെ കൊണ്ട് ഈ സീസൺ പറ്റുമോ, നോർഗാർഡിനെ വിറ്റു, ഏതോ ഒരു പയ്യനെ കൊണ്ട് മാനേജറാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ റെലഗേഷനിൽ വെച്ചിരുന്നു. അവര് ടോപ്പ് ഹാഫിൽ പ്രോബബ്ലി ദേ വിൽ ഗെറ്റ് കോൺഫറൻസ് ലീഗ് ഓർ സംതിങ്.
ബട്ട് സ്പേഴ്സും വെസ്റ്റ് ഹാമും ആണ് അവിടെ കിടന്ന് നിറങ്ങാൻ പോകുന്നത് നമ്മൾ ആരും ഓർത്തില്ല. വോൾഫ്സും ഓർത്തില്ല. ബേൺലി ഏകദേശം ഉറപ്പായിരുന്നു. ബേൺലി സീസൺ തുടങ്ങിയപ്പോ തിരക്കേടില്ലാണ്ട് കളിച്ചു വന്നതാ. പിന്നെയാണ് പെട്ടെന്ന് അങ്ങ് ഡ്രോപ്പായി. പിന്നെ അവരുടെ പക്ഷെ അതിലാണ് സണ്ടർലാൻഡിന്റെ ഒരു പ്രത്യേകത. സണ്ടർലാൻഡ് അപ്പോഴും അവിടെ തന്നെ പിടിച്ചു നിന്നു. അവർ ആ ടോപ്പ് ഹാഫിൽ തന്നെ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി. അതാണ് അതിന്റെ ഒരു ഗുണം. ബ്രൈറ്റൺ, ബോൺമത്ത്, ബ്രെൻഫോർഡ്, ചെൽസി ഇവരെല്ലാവർക്കും have chances for Europa League games or Conference League for that matter. പിന്നെ പാലസ് കോൺഫറൻസ് ലീഗിലുണ്ട്. സോ പാലസിന് ജയിച്ചു കഴിഞ്ഞാൽ യൂറോപ്പ ലീഗ് കയറാൻ പറ്റും. ഐ തിങ്ക് ഇറ്റ് വിൽ ബി ടഫ് ഫോർ ന്യൂകാസിൽ. അല്ലെ, ന്യൂകാസിൽ ഈ ആഴ്ചയും തോറ്റില്ലേ? അതെ, ന്യൂകാസിൽ തോറ്റു. ന്യൂകാസിന്റെ എത്ര പ്ലേയേഴ്സ് തിരിച്ചു വന്നിട്ടും അവര് ഇത് തന്നെയാണ് അവരുടെ അവസ്ഥ എന്ന് തോന്നുന്നു. അവര് എഡി ഹോവിന്റെ ഒരു അത് വർക്കാവുന്നില്ല കാര്യങ്ങളൊന്നും. അതിന്റെ ഇടയിൽ ഗോർഡൻ റൂമേഴ്സ് വീണ്ടും തിരിച്ചു വരുന്നു. ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ലീഡ്സ് ആർ 2 points behind Newcastle. അത്രേ ഉള്ളൂ വ്യത്യാസം. ന്യൂകാസിൽ ജസ്റ്റ് അങ്ങ് 40 point ത്രെഷോൾഡ് കടന്നേ ഉള്ളൂ. ആ സേഫ്റ്റി എന്ന് പറയുന്നത് കുറച്ച് ഒരു 3-4 ഗെയിം വീക്ക് മുമ്പ് കടന്നിട്ടേ ഉള്ളൂ. അതുവരെ നമ്മള് ന്യൂകാസലിന്റെ കാര്യം റെലിഗേഷൻ ബാറ്റിൽ നമ്മൾ പറഞ്ഞു പോയപ്പോ ജസ്റ്റ് വളരെ ചെറുതായിട്ട് സൂചിപ്പിക്കുകയുള്ളൂ. അതിൽ നിന്ന് അവര് അപ്പൊ കടന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ മാച്ച് ബ്രൈറ്റൺ ചെൽസി പ്രഡിക്ഷൻസ്. ചെൽസി ജയിക്കുന്നു തോന്നണില്ല. ബ്രൈറ്റനിൽ എല്ലാരും മറ്റേ ഗോമസ് ഒഴികെ ബാക്കിയെല്ലാരും ഫിറ്റ് ആണ്. പിന്നെ ബ്രൈറ്റന് ദേ ഹാവ് എ ചാൻസ് ടു മേക്ക് യൂറോപ്പ ലീഗ് അറ്റ്ലീസ്റ്റ്. ജയിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റൺ വിൽ ബി ഓൺ പാർ പോയിന്റ്സ് വിത്ത് ബ്രൈറ്റൺ. ഓ, ബൈ ദ വേ, ഇഫ് ബ്രൈറ്റൺ വിൻ ടുഡേ ദേ വിൽ ഓവർടേക്ക് ചെൽസി. അതെ. ഓൾ ടു പ്ലേ ഫോർ. അതെ, അത് ബ്രൈറ്റൺ ജയിക്കും. I am looking at a draw. I think it will be a 1-1 draw. എന്തായാലും നമുക്ക് ഗുണം ചെയ്യുന്ന പോലെ റിസൾട്ട് ആയിക്കോട്ടെ. യെസ്. അത് നമ്മളിനി ബാധിക്കില്ല. ബേൺലി സിറ്റി ജയിക്കും. 5-0. അടിച്ചു കൂട്ടണം. അടിച്ചു കൂട്ടാതെ വേറെ വഴിയില്ല. അവന്മാരെ എത്ര ഗോളിന് ജയിക്കണം എന്നായിരിക്കും ആദ്യത്തെ തീരുമാനം. ജയിക്കുന്ന കാര്യത്തിനല്ല, ഗോൾ അടിക്കണം. ടാലന്റ് വെച്ച് അടുപ്പിക്കും ഉറപ്പായിട്ടും. നമുക്ക് സേഫ് ആയില്ല. പിന്നെ അതിനെ കുറിച്ച് പറയുന്നില്ല. ബോൺമൗത്ത് ആണ് ഗുഡ് റൺ, നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ബോൺമൗത്ത് ജയിച്ചു കഴിഞ്ഞാൽ ബോൺമൗത്ത് വിൽ ഓവർടേക്ക് if Bournemouth wins, Bournemouth will be 3 points of 4 points of Liverpool. അതൊക്കെ ഉണ്ടാവും. 51. എല്ലാരും ആര് ജയിച്ചാലും ചെൽസിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ചെൽസി ജയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ സെയിം പോയിന്റ്സിൽ ഒന്ന് നിൽക്കും. ചെൽസി ജയിച്ചാൽ എല്ലാവർക്കും 48 എന്ന് പറഞ്ഞ് നിൽക്കുക. 48 ചെൽസി, 48 ബ്രെൻഫോർഡ്, 48 ബോൺമത്ത്, 47 ബ്രൈറ്റൺ, 47 എവർട്ടൺ, 46 സണ്ടർലൻഡ്, 45 ഫുൾഹം, 43 പാലസ്, 42 ന്യൂകാസിൽ. എന്തായാലും അല്ല, ഇതൊക്കെ പറയുമ്പോ പറയണം സീസൺ കഴിയാറായി, എന്നിട്ടാണ് ഈ പോയിന്റ്സ് ടേബിളിന്റെ ഈ അതാണ് പണ്ട് ടോപ്പ് 4 എന്ന് പറഞ്ഞാൽ 72 പോയിന്റ്സ് ആണ് ഞാൻ എപ്പോഴും കണക്കാക്കുക. ടോപ്പ് 72, 74, ഒരു സീസണിൽ 76 വരെ പോയിട്ടുണ്ട്. ഈ സീസണില് ഇഫ് ചെൽസി വിൻ ഓൾ ദിയർ ഗെയിംസ് ഇറ്റ് വിൽ ബി 48 plus 15. സോ വാട്ട് ഇസ് ദാറ്റ്? കണക്ക് മാഷ പറ. 48 plus 15 63. ചെൽസി എന്തായാലും 5 എണ്ണം ജയിക്കാൻ പോകുന്നില്ല. സോ പ്രോബബ്ലി ഒരു 58, 59 മതിയാവും ടോപ്പ് 4 കിട്ടാൻ. അതെ. യുണൈറ്റഡ് അടുത്തെത്തി. സെയിം തിങ് നമ്മൾ പറയുന്നത് പകുതി കളി ജയിച്ചാൽ മതി. 19 കളി ജയിച്ചാൽ മതി. 57 പോയിന്റ്. അതെ.
ഈ മാൻ സിറ്റി സെയിം തിങ്, ടൈറ്റിൽ മാക്സിമം 85 points ആണ് ഇഫ് ദേ വിൻ എന്താണ് ഓൾ ദ ഗെയിംസ്. 85ലേക്കില്ല, 80 താഴെ ചാൻസ് ഉണ്ട്. 97 അടിച്ചിട്ട് നമുക്ക് കപ്പ് കിട്ടിയിട്ടില്ല എന്നിട്ടല്ലേ അപ്പൊ 85 കപ്പ് കിട്ടുന്ന പറഞ്ഞാല് ആ ഒരു ലെവലിൽ 97. എനിവേ നമ്മള് ഡിസംബറിലോ ജനുവരിയിൽ പോഡ്കാസ്റ്റ് പറയുമ്പോ ഈ സീസൺ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില IPL മാച്ചസിൽ കണ്ടിട്ടില്ല, ലോ സ്കോറിംഗ് ആകുമ്പോ ഉണ്ടാവുന്ന ഒരു ത്രില്ല്. ശരിക്കും നമ്മള് എങ്ങനെയോ ഈ 2 കളി ജയിച്ചതുകൊണ്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ട് സംസാരിക്കുന്നത്. കാരണം നമ്മൾ ആ 48ന്റെ ഇടയിൽ പെട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പം ചെൽസി അനുഭവിക്കുന്ന പ്രഷർ നമ്മൾ അനുഭവിച്ചേനെ. കാരണം എവർട്ടന്റെ കൂടെ കൊട്ടിയിരുന്നെങ്കിൽ എവർട്ടൻ കൂടെ ബീൻ 50 and we'd be 52. അതെ. ഭാഗ്യം അതാ പറഞ്ഞ, ഞാൻ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞത് അന്ന് മീറ്റിംഗില്, അതായത് ക്ലോപ്പിന് സ്ലോട്ടിന്റെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ക്ലോപ്പ് ഒരു 2-3 പ്രീമിയർ ലീഗ് എക്സ്ട്രയും 2 ചാമ്പ്യൻസ് ലീഗ് കൂടി ജയിച്ചേ. ഇങ്ങേർക്ക് ഭയങ്കര ഞാൻ പറയട്ടെ, ഇങ്ങനെ ഇപ്പൊ നമ്മള് 6th ഫിനിഷ് ചെയ്താല് ചിലപ്പോ ആസ്റ്റൺ വില്ല യൂറോപ്പ് അടിച്ചിട്ട് 6th ചാമ്പ്യൻസ് ലീഗ്. എന്തായാലും ആ ഭാഗ്യം ആ ലക്ക് കണ്ടിന്യൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ ന്യൂസ് വന്നല്ലോ സ്ലോട്ട് എന്തായാലും അടുത്ത സീസണിലും ഉണ്ടാവും എന്നുള്ളത്. ഏകദേശമൊക്കെ ഒരു കൺഫർമേഷൻ വന്നു. സ്കൈ സ്പോർട്സിന്റെ ഒരു സാധനമൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അല്ല എന്താ പറയുക, ഇതിന്റെ ഒരു പ്രശ്നം എന്നല്ല, ചാമ്പ്യൻസ് ലീഗ് കിട്ടിക്കഴിഞ്ഞാല് സ്ലോട്ടിന്റെ ആർഗ്യുമെന്റ് ഇസ് വെരി സ്ട്രോങ്. അതായത് ഐ ഫിനിഷ് ടോപ്പ് 4 ലാസ്റ്റ് സീസൺ, ഐ വൺ ദ ലീഗ്, ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ ലോസ്റ്റ് ടു ഇവൻച്വൽ വിന്നർ, ദിസ് സീസൺ PSG ഫിനിഷ്ഡ് ഇൻ ടോപ്പ് 8 ബോത്ത് സീസൺസ്. അപ്പം ആർഗ്യുമെന്റ് പറയാൻ ഓൺ പേപ്പർ ഹി ഹാസ് പോയിന്റ്സ്, ബട്ട് നമ്മുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോളും നമ്മുടെ എക്സ്പെക്ടേഷൻ ഇതല്ലല്ലോ. നമ്മളിപ്പം എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ഇഫ് വി ഹാഡ് സൈൻ ഫ്യൂ ഗുഡ് പ്ലേയേഴ്സ്, 85 point ലീഗ് ആയിരുന്നെങ്കിൽ വി കുഡ് ഹാവ് ആക്ച്വലി ഗോൺ ഫോർ ഇറ്റ് ദിസ് സീസൺ അഗൈൻ. പോയി നെക്സ്റ്റ് സീസൺ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുഡ് ബി ബാക്ക് ബിഗ് ടൈം. സിറ്റി ആരെയൊക്കെ സൈൻ ചെയ്യും നമുക്കറിയില്ല. ആർസണൽ വിൽ ഡെഫിനറ്റ്ലി ബി ദെയർ അഗൈൻ. സോ നോക്കാം. എനിവേ, എനിത്തിങ് എൽസ് ടു ആഡ്? വേറൊന്നുമില്ല. മിഡ് വീക്ക് മാച്ചസ് ലാലിഗയിലും ഉണ്ട്. റയൽ മാഡ്രിഡ് വേഴ്സസ് അലവേസ്. നമ്മൾ പറയാൻ വിട്ടുപോയി, കൺഗ്രാറ്റുലേഷൻ ടു റയൽ സോസിയഡാഡ്, കോപ്പ ഡെൽ റേ വിക്ടറി. പൊതുവെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ജയിക്കുന്നത്. എല്ലാ വർഷവും ബാർസയും റയലും മാറി മാറി അല്ലെങ്കിൽ അത്ലറ്റിക്കോ മാറി മാറി അടിക്കുന്നതാണ്. സോ കൺഗ്രാറ്റുലേഷൻ റയൽ സോസിയഡാഡ്. പിന്നെയുള്ള ഒരു ന്യൂസ്, അത് പറയുമ്പോ സുബിമെന്റിയുടെ ടീമാണെന്ന് കൂടെ പറയണം. അതിലേക്ക് പോകുന്നില്ല, സുബിമെന്റി കപ്പടിച്ചു. വേറെ ന്യൂസ്, ആർസണൽ വിരുദ്ധനായിട്ടാ. അല്ല, വിരുദ്ധനായെന്നുള്ളതല്ല, റിയൽ സൊസൈറ്റിയാണെന്ന് സെല് ചെയ്ത പ്ലേയേഴ്സ് ആണ് ആർസണലിന് വേണ്ടി കളിക്കുന്നത്. നോർഗാർഡ് ആവട്ടെ, സുബിമെന്റി ആവട്ടെ. ആൻഡ് ലാലിഗ ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോ എനിക്ക് റയൽ മാഡ്രിഡ് ഒരു 9 point ഗ്യാപ്പ് ഒന്നും ലാസ്റ്റ് 7 മാച്ചിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കോവൻട്രി കൺഫേം ചെയ്തു അവര് പ്രീമിയർ ലീഗിലേക്ക് വന്നു എന്നുള്ളത് കൺഫർമേഷൻ ആയി. അപ്പൊ കോവൻട്രി തിരിച്ചു വരികയാണ്. അതുപോലെ ഫ്രാങ്ക് ലാംപാർഡ് കോച്ചായിട്ടാണ് 25 വർഷത്തിന് ശേഷം. ഞാൻ ലാസ്റ്റ് ഇതിലൊക്കെ വരുമ്പോ ഞാൻ കോവൻട്രി പ്ലേ ഓഫ് ഒക്കെ കളിക്കുമ്പോൾ ഞാൻ അകത്ത് വരുന്നു പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ചാമ്പ്യൻഷിപ്പ് ജയിച്ച് വന്നത് അടിപൊളിയായി. വിയ്യാറയലിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതാണ്. ചാമ്പ്യൻഷിപ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടാവുന്നുണ്ട്. ഒരു ഫോർമർ പ്രീമിയർ ലീഗ് വിന്നർ ടീം നമ്മള് ഫുട്ബോളൊക്കെ കാണുന്ന കാലത്ത് തന്നെ ചാമ്പ്യൻസ് ആയിട്ടുള്ള ടീം ലെയ്സസ്റ്റർ സിറ്റി, അവരിപ്പോ ചാമ്പ്യൻഷിപ്പ് റിലിഗേറ്റ് ആവുകയാണ്. അവര് ഏകദേശം തീരുമാനമായി റെലിഗേഷൻ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി പാറ്റ്സൺ ഡാക്കയുണ്ട്, ബെഗോവിച്ച് ആണ് ഗോൾ കീപ്പർ. നമ്മള് കുറെ ഡാക്കിനെ സൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഓർമ്മ ഉണ്ടെങ്കിൽ
വിയറയാൽ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ആവാൻ ചാൻസ് ഉണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് 4th ആണ്. വിയറയാൽ പണ്ട് ദേ വർ റിയലി റിയലി ഗുഡ്. നമ്മുടെ ഇപ്പൊ പഴയ അർജന്റീനിയൻ ഫാൻസിന് ഓർമ്മയുണ്ടാവും, റിക്വൽമേ ഒക്കെ ഉള്ള ടീം, യെല്ലോ സബ്മറീൻ. ആൻഡ് ഐ എം റിയലി ഹാപ്പി. അവർ കുറെ ഫിനാൻഷ്യൽ പ്രശ്നത്തിലൊക്കെ ആയിരുന്നു. ദേ ആർ ബാക്ക് ഇൻ ചാമ്പ്യൻസ് ലീഗ്. നമുക്ക് അടുത്ത സീസൺ കാണാൻ പറ്റുമായിരിക്കും. വേറെ നമുക്ക് പറയാൻ ഇന്റർ മിലാൻ എന്തായാലും സെറിയ അടിച്ചു. ബയൺ മ്യൂണിച്ച് ബുണ്ടസ് ലീഗ അടിച്ച് സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഫ്രഞ്ച് ലീഗില് ഇത്തവണ വീണ്ടും PSG തന്നെ ആയിരിക്കും. PSG കഴിഞ്ഞ മാച്ച് തോറ്റു. ഗെയിമിംഗ് ഹാൻഡ് ഉണ്ട്. അത് ഇവരായിട്ടല്ല, ലെൻസ് ആയിട്ടുള്ള ഒരു മാച്ച് ഉണ്ട്. അപ്പൊ ഒരു 6 പോയിന്റർ അവിടെ വരുന്നുണ്ട്. അതാണല്ലോ മാറ്റി വെച്ചത് നമ്മുടെ ഫിക്സറിന്റെ സമയത്ത്. അതെ, 1 point ഗ്യാപ്പാണ് ഇപ്പം. നാളെ മാച്ച് ഉണ്ട് PSG-ക്ക് നാൻറ്റേഴ്സ് ആയിട്ട്. അതെ, അപ്പൊ ലെൻസ് ആയിട്ടുള്ള മാച്ച് ക്രൂഷ്യൽ ആയിരിക്കും. I hope Lens wins. Lons na paraya, Lons. Lons, okay. Okay, I think we've covered everything. വേറെ ടോപ്പിക്സ് ട്രാൻസ്ഫറിലേക്ക് നമ്മൾ ഈ വീക്ക് അല്ല, ഐ തിങ്ക് വി ക്യാൻ ഗോ ഇൻ ടു ട്രാൻസ്ഫേഴ്സ് നെക്സ്റ്റ് മിഡ് വീക്ക് അല്ലെ, മാച്ച് ഇല്ലാത്ത ടൈമിൽ നമുക്കൊരു ചാമ്പ്യൻസ് ലീഗ് പ്രിവ്യൂ പ്ലസ് ഒരു ട്രാൻസ്ഫറിന്റെ ലൈവ് വേണമെങ്കിൽ പറ്റുമെങ്കിൽ വിൽ ട്രൈ. വേറെ ഐ തിങ്ക് വി ക്യാൻ റാപ്പ്. വേറൊന്നുമില്ല. എല്ലാവരും കമന്റ് ചെയ്യാ, കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ബൈ ബൈ.